കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല പിസയുടെ ടേസ്റ്റിലൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കില്ലേ? അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, കുട്ടികൾ കഴിച്ചെന്നുള്ള സമാധാനം നമുക്കും കിട്ടും. ഇഫ്താർ ടൈമിലും ട്രൈ ചെയ്യാവുന്നതാണേ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ചെറിയൊരു പൊട്ടറ്റോ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ പൊടി പൊടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് 2 തവണ ഒന്ന് കഴുകിയെടുക്കണം. അതിലെ ആ ഒരു സ്റ്റാർച്ച് മുഴുവനായിട്ടും അങ്ങ് പൊയ്ക്കോട്ടെ. അതിനായിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളമാണെങ്കിലും നല്ലതാണേ. 2 തവണ കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. എന്തിനാണെന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് കുഞ്ഞാക്കി മുറിച്ചെടുക്കുക. അതിനെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല വെള്ള നിറമാകുന്നത് വരെ നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല വെള്ള നിറമായി കഴിയുമ്പോഴാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതിയാകും. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിൽ മുഴുവനായിട്ടും ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ട് പിടിക്കണം. അതുവരെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. ഇനി നമുക്കിതിലേക്ക് ചിക്കന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ആദ്യമേ ഒരുപാട് ഉപ്പ് വാരി ചേർക്കാൻ പാടില്ല, കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഒരുപാട് പച്ചമുളക് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്കത് കടിക്കുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവാളയെ പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. ചെറുതാണെങ്കിൽ 2 ചേർക്കാവുന്നതാണ്. സവാള കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളമുള്ളത് കൊണ്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സായി കിട്ടും. പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും സവാള. പിന്നെ നമ്മളിതിലേക്ക് വേറെ ഓയിലോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ധാരാളമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിലും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ആ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാളയെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് ഒരുപാട് ബ്രൗൺ ആക്കുന്ന പരിപാടികളോ ഒന്നുമില്ല. സവാളയുടെ ആ ഒരു കരികരിപ്പൊന്ന് മാറിക്കിട്ടണം, അത്രയേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 1 ചേർത്തോളൂ. അതിൻ്റെ കുരുവും വെള്ളവും എല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി ഒന്ന് വെന്ത് ഇതിലേക്ക് കുഴഞ്ഞ് കിട്ടണം. നമ്മൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അടിക്ക് പിടിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയും കൂടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മുളക് പൊടിക്ക് എരിവുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാകും. അതായത് നമ്മുടെ മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മസാലകളുടെ എല്ലാം പച്ചമണം മാറി നല്ല ഒരു മൂത്ത മണം വരുവേ. അതുവരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. മല്ലിയില ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഈ മസാല ഉണ്ടല്ലോ നമ്മുടെ അപ്പത്തിനോ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് മറ്റൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മൈദയും ഗോതമ്പും ഈക്വലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ മുട്ട നന്നായിട്ട് അതിലൊന്ന് കലങ്ങി കിട്ടണമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു വിസ്ക് വെച്ചാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിച്ച് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊരു അടി അടിച്ചെടുത്താലും മതിയാകുമേ.
ഇനി ഇതിലേക്ക് ഈ ബാറ്ററിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടെല്ലാം മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. എന്താണ്? നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം മുഴുവനായിട്ടൊന്ന് പോയി നല്ല വിട്ട് കിട്ടും. അതിനെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വെജിറ്റബിൾസ് മക്കളുടെ ഉള്ളിൽ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം സമാധാനമാണല്ലോ നമുക്ക് പാരൻസിന്. ഇതിപ്പോൾ ചേർത്തില്ല എന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പൊട്ടറ്റോ എങ്ങനെ ചേർത്തിട്ടുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. ഇതാ മിക്സിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ഒരു തവ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പഴയ ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വളരെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത്രേ വേണ്ടൂ, ഒരുപാട് എണ്ണ ഒഴിക്കുകയൊന്നും വേണ്ട. കുറച്ചൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ മുഴുവൻ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാവുന്നതാണ്. അടച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കുക്കായി കിട്ടും. ആദ്യ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിച്ചോളുക. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ സൈഡൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് വെക്കുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് ആ മസാലയെല്ലാം അതിലേക്ക് ഇടുക. നമ്മുടെ കൈ കൊണ്ട് ആ പൊങ്ങി നിൽക്കുന്ന ചിക്കനുകൾ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. നിറയെ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ ഭയങ്കര ടേസ്റ്റ്. മുസറല്ല ചീസാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമൽ ചീസാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പിസയുടെ ടേസ്റ്റ് വരണമല്ലോ, അതിനായിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ അടച്ച് ലോ ടു മീഡിയം ഫ്ലെയിം, അതായത് മീഡിയം ഫ്ലെയിമും അല്ല എന്നാൽ ലോ ഫ്ലെയിമും അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് 25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടും. പിന്നെ ചിലപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചും തീയുടെ ചൂടനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. എനിക്കിപ്പോൾ 25 മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ട്. ചീസ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിക്കുന്നില്ല എങ്കിൽ കുക്കായി എന്നുള്ളത് ഉറപ്പാണേ. നമുക്ക് അപ്പോൾ തന്നെ അത് പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാനും പറ്റും. ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. മുസറല്ല ചീസാണെങ്കിൽ നമ്മൾ ഈ പിസ്സ എടുക്കും പോലെ ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് വരുമായിരുന്നേ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയില്ല. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ഒക്കെ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഞാൻ ഈ സ്നാക്ക് കട്ട് ചെയ്യുന്ന കത്തി ശ്രദ്ധിച്ചായിരുന്നോ? ആ കത്തി ഞാൻ ഓൺലൈൻ വാങ്ങിയതാണേ. വാങ്ങുന്ന സമയത്ത് നല്ല പൂവൊക്കെ ഉള്ള എല്ലാവരുടെ കയ്യിലുള്ള അടിപൊളി കത്തി ഉണ്ടല്ലോ, അതാണ്. പക്ഷേ അത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വാങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.